ഞാൻ സ്റ്റാർട്ട് ചെയ്യാം സംന മാം നമുക്ക്. Okay. ഓക്കെ. Good evening, everyone. എൻ്റെ പേര് സംന. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം സ്വദേശിയാണ്. മോർണിംഗ് സർക്കിളിലും ട്രെയിനർ സ്റ്റോക്കിന്റെ ഇൻട്രോ സെഷനിലുമായിട്ട് ചിലവിലൊക്കെ എന്നെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാനൊരു ഫ്രീലാൻസ് കണ്ടന്റ് റൈറ്ററാണ്. മൈൻഡ് സൊല്യൂഷൻസ് എന്ന വെൽനസ് പ്ലാറ്റ്ഫോമിൽ ഇപ്പോൾ കണ്ടന്റ് ക്രിയേറ്ററായി വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ വിംബിൾ പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ 23rd ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. കൂടാതെ കഥ, കവിത ഒക്കെ എഴുതുന്ന ഒരു ഇഷ്ടം കൂടെ ഉണ്ട്. വിംബിൾ അക്കാദമിയുടെ കീഴിൽ സംഘടിപ്പിച്ചു വരുന്ന ട്രെയിനർ സ്റ്റോക്ക് എന്ന പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് സക്സസ്ഫുൾ ആയി പൂർത്തിയാക്കിയ ട്രെയിനേഴ്സ് ആണ് ഇവിടെ അവതാരകരായി എത്തുന്നത്. മെന്റൽ ഹെൽത്തിനെ കുറിച്ച് എഴുതുക മാത്രം ചെയ്തിരുന്ന ഒരാളാണ് ഞാൻ. ആ സമയത്ത് നമ്മുടെ ചിന്തകള് എങ്ങനെ എഴുത്തിലൂടെ മാത്രമല്ലാതെ ഓഡിയൻസിലേക്ക് ശക്തവും വ്യക്തവുമായ ഒരു ഭാഷയിലൂടെ എങ്ങനെ എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്നെ ഈ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലേക്ക് എത്തിച്ചത്. തികച്ചും ഒരു ഇൻട്രോവേർട്ട് ആയിരുന്ന ഒരു പേഴ്സൺ ആണ് ഞാൻ. ഞാനതിപ്പോഴല്ല ഒരു സെഷനിൽ ഞാൻ എടുത്തു പറയാറുണ്ട്. കാരണം ഒരു വീഡിയോ കോൾ ആണെങ്കിൽ അറ്റൻഡ് ചെയ്യാൻ വളരെ വിമുഖത കാണിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എൻ്റെ ഒരു പേഴ്സണാലിറ്റി ഇത്രയും മെച്ചപ്പെടുത്തി ഇത്രയും കോൺഫിഡന്റ് ആയി ഈ ഒരു ഓഡിയൻസിന് മുന്നിൽ സംസാരിക്കാൻ എന്നെ ഏബിൾ ആക്കിയത് ഈ ഒരു പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സാണ്. കൂടാതെ നമ്മുടെ മെന്റേഴ്സ് ആയ ഫൈസൽ സാറും അർച്ചന മാം കൂടെയാണ്. ഇവർക്ക് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്നത്തെ ട്രെയിനർ സ്റ്റോക്ക് സെഷനിൽ നമുക്ക് നമ്മുടെ മുന്നിൽ ഒരു സെഷനുമായിട്ട് എത്തുന്നത് മിസ് സീന ഷിനോജ് മാം ആണ്. മാം കോഴിക്കോട് മുക്കം സ്വദേശിയാണ്. മാം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റും സർട്ടിഫൈഡ് കരിയർ മെന്ററും കൂടെയാണ്. മാത്രമല്ല ഒരു ട്രെയിനറും ടീച്ചറും കൂടെയാണ്. അങ്ങനെ പല മേഖലകളിൽ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ് സീന ഷിനോജ് മാം. മാമിന്റെ ഇന്നത്തെ ടോപ്പിക് മൈ ഫ്യൂച്ചർ മൈ ചോയ്സ് എന്നതാണ്. പാരന്റ്സിനും സ്റ്റുഡൻസിനൊക്കെ ഒരുപോലെ ബെനിഫിഷ്യൽ ആവുന്ന ഒരു ടോപ്പിക്കാണ്. ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് നിങ്ങളെല്ലാവരെയും ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മനോഹരമായ ഇൻഫോർമേറ്റീവ് ആയ ഒരു സെഷൻ നമുക്ക് നൽകുന്നതിനായി സീന മാമിനെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു മാം. ആദ്യം തന്നെ എല്ലാവർക്കും ഗുഡ് ഈവനിങ്. അതുപോലെ തന്നെ നല്ല രീതിയിൽ എന്താണ് എന്നെ കുറിച്ചുള്ള ഇൻട്രോ പറഞ്ഞത്, അതുപോലെ തന്നെ നമ്മുടെ വിംബിൾ അക്കാഡമിയെ വളരെ നല്ല രീതിയിൽ തന്നെ പരിചയപ്പെടുത്തി തന്ന സംന മാമിന് ആദ്യം തന്നെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ വലിയൊരു എനിക്ക് വെൽക്കം ഇൻട്രോ പറഞ്ഞത് വലിയൊരു എഴുത്തുകാരി അല്ലേ, കവിത, കഥകൾ, അങ്ങനെയുള്ള അതിലും ഞാൻ അഭിമാനം കൊള്ളുന്നു. വളരെ ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ്. അതിൽ ഇനിയും ഉയർന്നു വരാൻ സംന മാമിന് കഴിയട്ടെ എന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ സെഷനിൽ എത്തിയ എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സെഷൻ ആരംഭിക്കാം. ഇന്നത്തെ ടോപ്പിക് എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒന്ന് ടോപ്പിക് പറയാൻ പറ്റുമോ? നെയിം ടോപ്പിക്കിന്റെ. ഹലോ. മൈ ഫ്യൂച്ചർ മൈ ചോയ്സ്. മൈ ചോയ്സ് മൈ ഫ്യൂച്ചർ അല്ലേ, അതാണ് ഇന്നത്തെ ടോപ്പിക്. അതുപോലെ തന്നെ ഇന്നത്തെ ടോപ്പിക് പറയുമ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ചില ആളുകളെങ്കിലും നിങ്ങളോട് ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, നിനക്കെന്താ ബുദ്ധിയില്ലേ, അല്ലെ നിനക്ക് എന്താണ് നീ ഇങ്ങനെ പൊട്ടത്തരം ചെയ്യുന്നത് എന്നൊക്കെ സംസാരിക്കാറുണ്ടോ? അങ്ങനെ ഏതെങ്കിലും അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇല്ലേ? ഓക്കെ, ആരും ഒന്നും പറയണില്ല. അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ല എന്ന് വിചാരിക്കുക. എന്നാൽ ചില കുട്ടികളോട് തമാശക്ക് കുട്ടികൾ തമ്മിലുള്ള സംസാരം ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ആ സംസാരം കേൾക്കുമ്പോൾ നമുക്കറിയാം
അവിടെ എന്താണ് അവരോട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്, എന്താണ് പിന്നെ പരസ്പരം പറയും, നിനക്ക് ബുദ്ധി ഇല്ലടാ, നിനക്ക് നീ ഒരു പൊട്ടനാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. അതേപോലെ തന്നെ ഞാൻ മറ്റൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ ഈ ബുദ്ധി എന്ന് പറയുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അളക്കുന്നത്? നമ്മൾ എങ്ങനെയാ ബുദ്ധിനെ മെഷർ ചെയ്യുന്നത്? ചില ടീച്ചേഴ്സ് പറയും അവൻ നല്ല ബ്രില്യൻ്റ് ആണ്, വളരെ ഇന്റലിജന്റ് ആണെന്നൊക്കെ ചില കുട്ടികളെ കുറിച്ച് പറയാറുണ്ട്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും അത് പറയുന്നത്? പൊതുവെ ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ പൊതുവെ പറയുന്ന ക്ലാസ്സിൽ നന്നായി പഠിക്കുന്ന മാർക്ക് വാങ്ങുന്ന കുട്ടികളെയാണ് ബുദ്ധിയുള്ള കുട്ടികൾ എന്ന് പറയാറ്. യെസ്, താങ്ക് യു അർച്ചന മാം. വളരെ കറക്റ്റ് ആണ് അർച്ചന മാം പറഞ്ഞത്. അതായത് പഠനത്തിൽ, അതായത് നമ്മൾ പറയുകയാണെങ്കിൽ മാർക്ക് അല്ലെ 100-ൽ 100 അല്ലെങ്കിൽ 90 എബവ് ഒക്കെ വാങ്ങുന്ന ആളുകളെയാണ് ടീച്ചേഴ്സ് പൊതുവെ പറയാം അവൻ എന്താണ് നല്ല ബുദ്ധിയുള്ള കുട്ടിയാണ്, നല്ല ഇന്റലിജന്റ് ആണ് എന്നൊക്കെ പറയാറുണ്ട്. അത് അങ്ങനെ ടീച്ചേഴ്സ് പറയുമ്പോൾ അത് കുട്ടികളിലേക്കും ആ ഒരു തരത്തിലുള്ള ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഉണ്ടാക്കുക. അതായത് പഠനത്തിൽ ഇപ്പോൾ എക്സാം പേപ്പർ കൊടുക്കുമ്പോൾ പഠിച്ച് അല്ലെ നല്ല മാർക്ക് കിട്ടുന്ന കുട്ടീനെ നോക്കി പറയും, ഞാൻ കേൾക്കാറുണ്ട് പേപ്പറൊക്കെ കൊടുക്കുമ്പോൾ പറയും അവന് വല്ലാത്ത ബുദ്ധിയാണ്, എന്താ അങ്ങനെയൊക്കെ അവരുടെ കമന്റ് ഉണ്ടാകുക, വല്ലാത്തൊരു ചെങ്ങായൻ എന്തൊരു ബുദ്ധിയാണ് എന്നൊക്കെ പറയും കുട്ടികൾ തമ്മിൽ. അപ്പോൾ ഇവർക്ക് എന്താണ്, അപ്പൊ നമ്മൾ ഈ ബുദ്ധി എന്ന് പറയുന്നത് പഠനത്തിൽ മാർക്ക് കിട്ടുന്നത് മാത്രമാണോ എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ ഒരു ചോദ്യം തന്നെ. നമ്മളിപ്പോ പഠിച്ച് മാർക്ക് വാങ്ങുന്നവർ മാത്രമാണോ ഈ ബുദ്ധിമാൻ എന്നുള്ള വിഭാഗത്തിൽ പെടുന്നത്? അല്ല. അല്ല. യെസ്, താങ്ക് യു അർച്ചന മാം. അതെ, അത് നമ്മുടെ ഒരു തെറ്റായ ഒരു കാഴ്ചപ്പാടായിരുന്നു. കുറെ വർഷങ്ങൾക്ക് മുമ്പേ നമ്മുടെ മനസ്സിലൊക്കെ തോന്നിയ ഒരു കാഴ്ചപ്പാടായിരുന്നു. അതായത് പല ആളുകളിൽ അല്ല, എല്ലാവരിലല്ല, ഒരുപാട് ആളുകളിൽ മാർക്ക് കിട്ടുന്നവൻ മാത്രമാണ് ബുദ്ധിമാൻ അല്ലെ ഇന്റലിജന്റ് എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് നമുക്ക് സ്ഫടികം സിനിമ ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? സ്ഫടിക സിനിമയിലുള്ള തിലകനെയും മോഹൻലാലിനൊന്നും ആരും മറക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഈ തിലകനും മോഹൻലാലും അത്രയും നമ്മുടെ മനസ്സ് പതിഞ്ഞു പോയത്? അവരുടെ ആ കഥാപാത്രത്തിന്റെ പ്രത്യേകത, അവരുടെ അഭിനയം അല്ലെ, ആ ഒരു സ്റ്റോറി ശരിക്ക് എന്തായിരുന്നു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിലകൻ എന്ന് പറയുന്നത് മാത്സ് അധ്യാപകനാണ്. ഈ ലോകം തന്നെ എന്താണ്, ലോകത്തിന്റെ സ്പന്ദനം പോലും മാത്സിലാണ് എന്നുള്ള ആ ഡയലോഗിലെ ഭൂഗോളം, അങ്ങനെയുള്ള ഒരു ഡയലോഗുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടെ ശരിക്ക് ആ ഒരു അധ്യാപകനായ ഒരു അച്ഛന്റെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്ക് മുഴുവൻ മാർക്ക് കിട്ടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു. അതായത് ആ കുട്ടി പഠനത്തിന് പിന്നിലാവുമ്പോൾ അയാൾക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ യഥാർത്ഥത്തിൽ ആ ഒരു അധ്യാപകന്റെയും അച്ഛന്റെയും അവിടെ ഒരു അധ്യാപകൻ അല്ലെ അച്ഛൻ എന്നുള്ള ആ റോളില്, ആ ഒരു പാരന്റിങ് സ്റ്റൈലിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഒരിക്കലും ഒരിക്കലുമില്ല. താങ്ക് യു അർച്ചന മാം. അത് നമുക്ക് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. കാരണം ശരിക്ക് ആ ഒരു പേരന്റ് ആണ്, അധ്യാപകനായ ആ പേരന്റ് അവിടെ അയാളുടെ മകനെ യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ഗൈഡ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ആ കുട്ടി അവിടെ ആകേണ്ടത് എന്തായിരുന്നു? ആ സീന് വളരെ വിഷമം ഉള്ള ഒരു സീനുണ്ട്. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് എനിക്കറിയില്ല. അതായത് അവൻ ടാപ്പ് റെക്കോർഡറിൽ ഒരു പാട്ട് കേൾപ്പിക്കുന്ന ഒരു സീനുണ്ട്. ആ പാട്ട് കേൾക്കുമ്പോൾ എന്താണ് അച്ഛൻ വന്നിട്ട് ദേഷ്യം പിടിച്ച് അവൻ ഉണ്ടാക്കി അത് മുഴുവൻ വലിച്ചെറിയാണ് ചെയ്യുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ ഒരു എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു നല്ലൊരു എഞ്ചിനീയർ ആവേണ്ട, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കൽ ആ ഒരു വിഭാഗത്തിലേക്ക് പോവേണ്ട ഒരു കുട്ടി, സോറി പാട്ടോ ബെല്ലില്ലേ, സോറി അച്ഛനമ്മ ബെല്ലാണ് തോന്നുന്നു. അപ്പോൾ അതുപോലെ ഇവനിങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കാണ് അവിടെ നടത്തുന്നത്. അതുപോലെ ബെല്ലുണ്ടാക്കി ഇതൊക്കെ നമ്മൾ അവിടെ കാണുന്നതാണ്. അപ്പോൾ അതിനോട് ആര് യോജിക്കാതിരിക്കുകയാണ് അവിടെ? ഈ അധ്യാപകനായ അച്ഛൻ. അങ്ങനെ കുട്ടി എന്നെയാണ് എപ്പോഴും ഇൻസൾട്ട് ചെയ്ത് അടുത്തുള്ള എന്താണ് ഒരു കുട്ടിയുമായിട്ടുള്ള കമ്പാരിസണിലൂടെ ഒക്കെ ആ സ്റ്റോറി പോകുന്നുണ്ട്. അവസാനം അത് ആടുതോമയിലേക്കുള്ള ഒരു യാത്രയായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചത്. ഈ കുട്ടിക്കും കഴിവുണ്ട് അല്ലെ, ബുദ്ധിയുണ്ട്. അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓരോ കുട്ടിക്കും അവരുടേതായിട്ടുള്ള ഇന്റലിജൻസ് ഉണ്ട്.
ഇങ്ങനെയുള്ള ഒരു തിയറി ആയിട്ട് നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഏത് സൈക്കോളജി പഠിച്ച ആളുകൾ ബി.എഡ് പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ഒരാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ഒരു ആളെ കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ? ഈ ബുദ്ധിയെക്കുറിച്ച് വിവിധ തരം ഇന്റലിജന്റ് ഉണ്ട് എന്ന് ഒരു വിപ്ലവാത്മകരമായ രീതിയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു തിയറിയിലൂടെ പരിചയപ്പെടുത്തിയ ഒരു ഫേമസ് സൈക്കോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഹൊവാർഡ് ഗാർട്ട്നർ. ഹൊവാർഡ് ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് പല വിദ്യാർത്ഥികളും എന്നോട് പലപ്പോഴും ചോദിക്കാറുണ്ട്, ടീച്ചറെ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ കൗൺസിലിങ്ങിന് വരുമ്പോഴോ കരിയർ മെന്ററിങ്ങിനൊക്കെ വരുമ്പോഴും ഞാൻ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം. പലപ്പോഴും പല വിദ്യാർത്ഥികളും ചെയ്യുന്നത് തൻ്റെ ഫ്രണ്ട് ഏത് കോഴ്സ് തിരഞ്ഞെടുത്തു അതിന് പിന്നാലെ അവർ ഓടും, അല്ലെങ്കിൽ പാരൻസ് ചെയ്യും. അതായത് ഇപ്പൊ ചിലപ്പോൾ മൂത്ത മകൻ അത് ഒരു കോഴ്സ് എടുത്തതിനെ കൊണ്ട് അവൻ വിജയിച്ചു, അതുപോലെ തന്നെ അടുത്ത മകനെയും അല്ലെ മകളെയും അല്ലെ അടുത്ത വീട്ടിലുള്ള ആളുകളെ അല്ലെ അവനവന്റെ നമ്മുടെ ഡ്രീം അവരെ അടിച്ചേൽപ്പിക്കും. ഇതൊക്കെ പാരൻസും ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ പറയാൻ അവരോട് അല്ലെ നമ്മൾ നിർബന്ധമായിട്ടും മനസ്സിലാക്കേണ്ടത് അവരുടെ സ്കില്ല്, അതുപോലെ തന്നെ ആ സ്കിൽ അവരിനുള്ള പോസിബിലിറ്റി, അതുപോലെ തന്നെ കുട്ടികളുടെ പാഷൻ, ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്താണെന്ന് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടായിരിക്കണം ഒരു കുട്ടിയുടെ കരിയർ സെലക്ട് ചെയ്യേണ്ടത് എന്നതുകൂടി ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രസന്റ് സിറ്റുവേഷനിൽ ആഫ്റ്റർ 10th വാട്ട് നെക്സ്റ്റ് എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഒരുപാട് കുട്ടികളും പാരൻസും ഫേസ് ചെയ്യുന്നുണ്ടാവും. പാരൻസ് പലപ്പോഴും സയൻസ് വേറെ ഏതെങ്കിലും വിഷയത്തിൽ ചിലപ്പോൾ നല്ല എഴുതാനും വരയ്ക്കാനും കഴിവുള്ള ആളുകളെയൊക്കെ നിർബന്ധപൂർവ്വം സയൻസ് എടുപ്പിക്കുന്നത് കാണാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സുകൾ, അങ്ങനെ അവരുടെ ഒരു ടേസ്റ്റോ അവരുടെ ഇന്റലിജൻസോ മനസ്സിലാക്കാതെ പല കോഴ്സിലേക്കും തള്ളിവിടുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ആ ഒരു രീതിയിലല്ല നമ്മൾ ഓരോരുത്തരുടെയും മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മനസ്സിലാക്കേണ്ട ആവശ്യത കൂടി ഈ ഒരു സെഷനിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഹൊവാർഡ് ഗാർട്ട്നറുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. മാം ഒരു സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ. അർച്ചന മാം, ഹലോ അർച്ചന മാം. യെസ് മാം, ഓഡിബിൾ ആണ്. അർച്ചന മാം ഒന്നൊരു സ്ലൈഡ് ഷെയർ ചെയ്യുന്നുണ്ടേ. ഞാൻ ഇതാക്കാം, ക്ലെയിം ഹോസ്റ്റ് ആക്കാം കേട്ടോ. ഓക്കെ ഹോസ്റ്റ് ആക്കാം. യെസ് മാം, ചെയ്തോളൂ. പോയി ഒരു മിനിറ്റ്, അതെവിടെ പോയി? യെസ്, എല്ലാവർക്കും കാണുന്നില്ല മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറി. അപ്പൊ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമ്മൾ ഇന്റലിജൻസ് എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ട്രഡീഷണൽ വ്യൂവിൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്കോറിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമായിരുന്നു ഇന്റലിജൻസിന്. അപ്പൊ നേരത്തെ അർച്ചന മാം പറഞ്ഞ പോലെ ടീച്ചേഴ്സ് ടോപ്പ് മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമേ ഇന്റലിജൻസ് ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീട് മോഡേൺ തിങ്കിങ്ങിലാണ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് മൾട്ടി ഫേസ്റ്റഡ് ആണ്. അതുപോലെ തന്നെ പീപ്പിൾ എക്സൽസ് ഇൻ ഡിഫറെന്റ് ഡൊമെയിൻസ്, ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധി ഉണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ചിന്താഗതിയൊക്കെ വന്നിരുന്നത്. ആ ഒരു ചിന്താഗതി അല്ല ഒരു തിയറി കൊണ്ടുവന്ന ആളാണ് ഹൊവാർഡ് ഗാർട്ട്നർ. നല്ല ചിരിച്ച ഫേസോട് കൂടി ഹൊവാർഡ് ഗാർട്ട്നർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഹൊവാർഡ് ഗാർട്ട്നറെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെവലപ്മെന്റൽ സൈക്കോളജിസ്റ്റ് ആണ്, അതേപോലെ തന്നെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറുമായിരുന്നു. 1983 ഈ ഏറ്റവും നല്ലൊരു ഐഡിയ ഇദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇദ്ദേഹം പറയുന്നത് ഓരോ വ്യക്തികൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് എബിലിറ്റീസ് ആണ്. അതുപോലെ തന്നെ ദ തിയറി ഓഫ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്നുള്ളത് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്നുള്ള അദ്ദേഹത്തിന്റെ ബുക്കിൽ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്.
ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെ ഇന്ന് മനസ്സിലാക്കേണ്ടത് ഈ യുണീക്ക് ഓരോരുത്തർക്കും ഓരോ പേഴ്സണും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ട്. ചില രീതിയിൽ ചില ഇന്റലിജൻസ് ചിലപ്പോൾ കുറഞ്ഞിട്ടുണ്ടാവാം, എന്നാലും അവരിൽ ഓരോരുത്തരിലും അവരുടേതായിട്ടുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ചിലപ്പോൾ കോമ്പിനേഷൻ ഓഫ് സ്ട്രെങ്ത്തും നമുക്ക് കാണാൻ കഴിയും. ഇന്റലിജന്റ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. ആദ്യം 8 ടൈപ്സ് ഇന്റലിജൻസ് ആയിരുന്നു പറഞ്ഞത്. പിന്നീട് 9ാമത്തെ ഇന്റലിജൻസും കൂടെ അദ്ദേഹം ഐഡന്റിഫൈ ചെയ്തു. ഇതിന്റെ ഒരു സ്പെക്ട്രം മോഡൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ലിംഗ്വിസ്റ്റിക്, ലോജിക്കൽ, മാത്തമാറ്റിക്കൽ, സ്പേഷ്യൽ ഇന്റലിജൻസ്, ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്, മ്യൂസിക്കൽ ഇന്റലിജൻസ്, ഇന്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, നേച്ചറലിസ്റ്റിക്സ്, എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ഇങ്ങനെ 9 ടൈപ്പ് ഇന്റലിജൻസ് ആണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് തിയറിയിൽ ഹൊവാർഡ് ഗാർഡ്നർ കൊണ്ടുവന്നത്. അതിൽ ഒന്നാമത്തെ ഇന്റലിജൻസിലേക്ക് നമുക്ക് പോവാം. ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്. അത് ആ ചിത്രത്തിൽ തന്നെ കണ്ടില്ലേ, വായിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെ, റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. അവിടെ ആ കുട്ടിക്ക് അത് എന്തിനോടാണ് ഇഷ്ടം? പുസ്തകങ്ങൾ വായിക്കാൻ, അതുപോലെ തന്നെ എഴുതാന്, അങ്ങനെയുള്ള സ്റ്റോറി ടെല്ലിങ്. ചില ആളുകൾ ഉണ്ടാവും, നല്ല കഥ പറയുന്ന ആളുകൾ അല്ലെ, നല്ല കഥ പറയുന്ന ആൾ, അവരുടെ കഥകൾ കേൾക്കാൻ നമുക്ക് വളരെ ഇഷ്ടമായിരിക്കും. അവർക്ക് അങ്ങനെ ഒരു കഴിവ് ഉണ്ടായിരിക്കും. അപ്പൊ ആ സ്റ്റോറി ടെല്ലിങ്ങിനും പിന്നെ വേർഡ്സ് കൂടുതൽ ഇങ്ങനെ അതൊക്കെ ഓർമ്മിച്ച് വെക്കാനുള്ള കഴിവുകളൊക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും. അവരിൽ പൊതുവെ ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് കൂടുതലായിരിക്കും. ഇത്തരം ആളുകൾ ആണ് പലപ്പോഴും റൈറ്റേഴ്സ് ആവുന്നത്, പോയറ്റ്സ്, ജേർണലിസ്റ്റ്, ലോയേഴ്സ്. ഈ ഫീൽഡ് അവർക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും. അതിന് നമുക്ക് ഏറ്റവും ഒരുപാട് നമ്മളെ മലയാളത്തിലുള്ള എഴുത്തുകാരുണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഓരോ റൈറ്റേഴ്സിനെയും നമുക്ക് ഓർമ്മിക്കാം. അവരുടെ ഓരോരോ ഒരു 2 വരികൾ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരുപാട് മീനിങ് ആയിട്ടുള്ളതായിരിക്കും. അത് അവരുടെ കഴിവാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവുക. അവർക്ക് വേണ്ട ലൈഫ് സ്കിൽ എന്ന് പറയുന്ന ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ കൂടെ അവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഇഫക്റ്റീവ് അല്ലാത്തവരും ഉണ്ടാവും. എന്തായാലും അവിടെ എന്താണ് അവര് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ് എന്ന് പറയുന്നത് സ്പോക്കൺ ആൻഡ് റിട്ടൺ ലാംഗ്വേജസ് വളരെ നല്ല ഭാഷയിലൂടെ അതുപോലെ തന്നെ വായനയൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പൊ ഇത്തരം കഴിവുകളുള്ള കുട്ടികളെ നമ്മൾ ആ ഒരു മേഖലയിലേക്ക് അവരെ തിരിച്ചു വിടുമ്പോഴാണ് അവർക്ക് അവരുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള ജോബിലേക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കുക. രണ്ടാമത്തതാണ് ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ്. ഈ ലോജിക്കൽ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ നമുക്കറിയാം, ഈ സുഡോക്ക് പോലുള്ള കാര്യങ്ങള്, പിന്നെ അങ്ങനെയുള്ള പെട്ടെന്ന് ഓരോരോ പിന്നെ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉള്ള കുട്ടികളെ കാണാം. പെട്ടെന്ന് അവർക്ക് ഏത് വലിയ പ്രോബ്ലം ആണെങ്കിൽ പോലും അവർ പെട്ടെന്ന് തന്നെ അതിന്റെ സൊല്യൂഷനിലേക്ക് എത്തിച്ചേരും. ലോജിക്കൽ റീസണിങ് കൂടുതലായിരിക്കും. അതുപോലെ പാറ്റേൺസ് ഒക്കെ അവർക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ അവരിൽ സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ, ഇങ്ങനെ പിന്നെ കോൺസെപ്റ്റും നമ്പേഴ്സും ഇതിനെക്കുറിച്ചൊക്കെ നല്ല സ്കില്ലുള്ള അല്ലെ നല്ല രീതിയിലുള്ള പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. ഇവരിൽ പലപ്പോഴും പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് കൂടുതൽ ഉണ്ടാവുക. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുക. ഇത്തരം ആളുകൾ അല്ലെ ഈ ഒരു ഇന്റലിജൻസ് ഉള്ള ആളുകളെ അല്ലെ കുട്ടികളെ നമ്മൾ സയന്റിസ്റ്റ് ആവാനും എഞ്ചിനീയേഴ്സ്, മാത്തമാറ്റീഷ്യൻസ് ആ ഒരു ഫീൽഡിലേക്ക് അവരെ തിരിച്ചു വിട്ടു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു പാത്താണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നതെങ്കിൽ അവർ ഏറ്റവും നല്ല എഞ്ചിനീയർ ആയിട്ടും സയന്റിസ്റ്റ് ആയിട്ടും മാത്തമാറ്റീഷ്യനായിട്ടും അവർക്ക് ഉയരാൻ സാധിക്കും. അതാണ് സെക്കൻഡ് സ്കിൽ എന്ന് പറയുന്നത്. തേർഡ് വൺ നമുക്കറിയാം, സ്പേഷ്യൽ ആൻഡ് ഫിസിക്കൽ അല്ലെങ്കിൽ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ആണ്. വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു വിഷ്വലൈസ് ആൻഡ് മാനിപ്പുലേറ്റ് ഒബ്ജക്ട്സ് ഇൻ സ്പേസ്. ഇവിടെയൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഹിറ്റ്ലറുടെ സ്റ്റോറി ഓർമ്മയില്ലേ നിങ്ങൾക്ക്? പറയുന്നത് കേട്ടിട്ടുണ്ടാവും അല്ലെ? നമ്മൾ ഒരുപാട് പേര് പല എക്സാമ്പിളിലൊക്കെ ഹിറ്റ്ലറിന്റെ സ്റ്റോറി ഒക്കെ പറയാറുണ്ട്. കാരണം നല്ല എന്തായിരുന്നു, ചിത്രം വരയ്ക്കാൻ കഴിവുള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ പേരന്റിന്റെ നിർബന്ധം കൊണ്ട് അതിൽ എനിക്ക് ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട്, അതിൽ പിന്നെ ഒരു യൂണിവേഴ്സിറ്റി ഡ്രോയിങ്ങിന് കിട്ടിയിട്ട് പോലും അദ്ദേഹത്തെ വിടാതെ, അങ്ങനെ പാരന്റിന് വളരെ കർശന രീതിയിലുള്ള ഒരു സിസ്റ്റം ഒക്കെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ചിത്രകലയിലേക്ക് കുട്ടിയെ കൊണ്ടുപോവാത്ത ഒരു ആറ്റിറ്റ്യൂഡുള്ള പാരന്റ്. പക്ഷെ അവസാനം നമ്മൾ കണ്ട ഹിറ്റ്ലർ അല്ലെ, നമുക്ക് അതിൽ നിന്ന് എത്രയോ വ്യത്യസ്തമായിട്ട് മറ്റൊരു രീതിയിലേക്ക് മാറി.
അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള കഴിവുകൾ ഉണ്ടെങ്കിൽ, അതായത് ചിലർ ഡിസൈൻ ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടാവും, വിഷ്വൽ ഇമാജിനേഷൻ, അതുപോലെ തന്നെ സ്പേസ്, പിന്നെ അതായത് ഓരോ സ്ഥലങ്ങള് അതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ചില ആളുകൾ ഉണ്ടാവും. നമ്മളിപ്പോ ഒരു കുട്ടികളോട് ഇമാജിൻ ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ ചില കുട്ടികൾക്ക് യാതൊരു ഫീലിംഗും ഉണ്ടാവില്ല, എന്തെങ്കിലും ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറഞ്ഞാല്. പക്ഷെ ചില കുട്ടികൾ നമ്മൾ ഇമാജിൻ ചെയ്ത ഒരു ഫ്ലവർ ഉള്ള സ്ഥലങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അവരത് അവര് നല്ല രീതിയിൽ ഇമാജിൻ ചെയ്ത് അവർ ആ ഒരു രീതിയിലേക്ക് നമുക്ക് അങ്ങനെ ഒരു എബിലിറ്റി ഉള്ള കുട്ടികളും ഉണ്ടാവും. അപ്പൊ അതാണ് എല്ലാം വിഷ്വലൈസ് ചെയ്യാനുള്ള കഴിവുള്ള ആ ഒരു കഴിവിനെയാണ്, അല്ല അത്തരത്തിലുള്ള ഇന്റലിജൻസിനെയാണ് നമ്മൾ വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയാം. ഇത്തരം ആളുകളെയാണ് നമ്മൾ ആർക്കിടെക്ട്സ് മേഖലയിലേക്കും ആർട്ടിസ്റ്റായി മാറുന്നതും. അതുപോലെ തന്നെ പൈലറ്റ്, സർജൻ. നമ്മൾ വിചാരിക്കും സർജൻ എന്തിനാ അങ്ങനെ ഒരു കഴിവ് എന്നുള്ളത്. ആ സർജനും നമുക്ക്, അതായത് സർജറി ചെയ്യുമ്പോൾ എവിടെയൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് അല്ലെ അതിന്റെ പ്ലേസ് ഒരു ഇമ്പോർട്ടന്റ് തന്നെയാണല്ലോ. അപ്പൊ അങ്ങനെയുള്ള കഴിവുകൾ കൂടെ ഉള്ള ആളുകളാണ് ഈ സർജൻ ആവേണ്ടതും ആർട്ടിസ്റ്റ് ആവേണ്ടതും പൈലറ്റ് ആവേണ്ടതും ആർക്കിടെക്റ്റ് ആവാനൊക്കെ ഉള്ള എബിലിറ്റി ഉള്ള ഒരു ആളുകൾ, അല്ലെ അത് ഏത് ടൈപ്പ് ഇന്റലിജൻസ് ഉള്ളവരാണ് നമ്മൾ അതിലേക്ക് വിടേണ്ടത്? വിഷ്വൽ സ്പേഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആളുകളാണ്. ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്കറിയാം ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്. അത് നിങ്ങൾ ഇപ്പം മൈക്കിൾ ജാക്സനെ അറിയാത്തവരുണ്ടോ? ഉണ്ടോ? ഏത് മേഖലയിലാണ് മൈക്കിൾ ജാക്സൺ ഫേമസ് ആയത്? സിംഗറാണ്, പ്രത്യേകിച്ച് പുള്ളിയുടെ മൂൺ വാക്കാണ് ആ ഏറ്റവും കൂടുതൽ യെസ്, ഫേമസ്. ഏറ്റവും കൂടുതൽ ഫേമസ്. താങ്ക് യു അർച്ചന മാം. അതുപോലെ തന്നെ നമ്മളൊരു ഫേമസ് ഡാൻസർ, ഇപ്പൊ അർച്ചന മാം നല്ലൊരു എന്താണ് ഡാൻസർ ആണ് അല്ലെ? അർച്ചന മാം പഠിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഇടയിൽ തന്നെ ഒരുപാട് ആളുകളെ നമുക്ക് കാണാം. ഇപ്പൊ ഞങ്ങളുടെ ബാച്ച് 22-ലുള്ള ആതിര മാം നല്ലൊരു ഡാൻസർ ആണ്, ഭരതനാട്യം ചെറുപ്പത്തിലെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇന്നോ നാളെ മാമിനൊരു പിന്നെ പ്രോഗ്രാം ഉണ്ട് അവിടെ അടുത്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടു കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ. അവർ എന്താണ് അതായത് എല്ലാവർക്കും ഇങ്ങനെ ഡാൻസ് കളിക്കാൻ കഴിയുമോ? ഇല്ല. അതായത് ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ്, നമ്മുടെ അവിടെ ആ ഒരു ഡാൻസർ എന്ന് പറയുമ്പോൾ അവരുടെ എന്താണ് ഹാൻഡ്, അതുപോലെ തന്നെ ലെഗ്, ഇതൊക്കെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം. നമ്മുടെ യൂസിങ് ദ ബോഡി സ്കിൽഫുള്ളി ടു എക്സ്പ്രസ് ഐഡിയാസ് ഓർ സോൾവ് പ്രോബ്ലംസ്, എക്സെപ്ഷണൽ കോർഡിനേഷൻ, ബാലൻസ് ആൻഡ് ഫിസിക്കൽ ടൈമിങ്. അതുപോലെ തന്നെയാണ് നമ്മളിപ്പോ ലയണൽ മെസ്സി എടുത്തു നോക്കിയാൽ, അല്ലെ മെസ്സി, അതുപോലെ എന്താണ് ഈ ഫുട്ബോൾ ആണെങ്കിലും ക്രിക്കറ്റ് ആണെങ്കിലും, അതുപോലെ തന്നെ അത്ലറ്റ്സ് അല്ലെ. ഈ ചില കുട്ടികൾ ഉണ്ടാവില്ല, നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മളെ ക്ലാസ് എന്നല്ല നമ്മളെ വീട്ടിലും ചില കുട്ടികൾ ഇരിക്കാത്ത മക്കളുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് പെടച്ചു കൊണ്ട് കളിക്കുന്ന മക്കള്. അതായത് ഓരോന്ന് അവർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ട, ഓട്ടം ചാട്ടം ഇങ്ങനെയുള്ള. അപ്പൊ അവരൊക്കെ മിക്കവാറും അവരെന്തായിരിക്കും ഒരു ചാമ്പ്യൻ ആവാനുള്ള ഒരു എബിലിറ്റി ഉള്ള ആളുകളൊക്കെ ആയിരിക്കാം. അതായത് ഓടാനും ചാടാനും ഒക്കെ സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളുണ്ടാവും. അവിടെ ആ കുട്ടിക്ക് ഏത് ഇന്റലിജൻസ് ഉള്ളത്? ബോഡിലി കിനസ്തെറ്റിക് ഇന്റലിജൻസ് ആണ്. ഇവർക്ക് നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയ മേഖലയാണ് അത്ലറ്റ്സ് ആവാം, ഡാൻസേഴ്സ് ആവാം, ആക്ടേഴ്സ് ആവാം, അതുപോലെ തന്നെ ക്രാഫ്റ്റ്സ് പീപ്പിൾ, ഇങ്ങനെയുള്ള മേഖലകളിലേക്ക് അവർക്ക് നമ്മളെ പിന്നെ വഴി കാണിച്ചു കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ നെക്സ്റ്റ് മ്യൂസിക് ആൻഡ് നേച്ചർ. അതായത് ഇവിടെ അതാ ഒരു കുട്ടി നല്ല എന്താണ് പ്ലേ ചെയ്യാണ് അല്ലെ. അപ്പൊ മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ, ഇപ്പം AR റഹ്മാനെ അറിയാത്തവരുണ്ടോ? യേശുദാസിനെ അറിയാത്തവരുണ്ടോ? അവർക്ക് ഏത് മേഖലയിലാണ് അവർ ഫേമസ് ആയത്? യേശുദാസ് നമുക്കറിയാം സിംഗറാണ് സിംഗേഴ്സ്. അല്ലെ. ആ, അപ്പോൾ അവിടെ എന്താണ് എല്ലാവരും ഇപ്പോഴും മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾ എല്ലാവരും ഭംഗിയായി പാടണം എന്നല്ല അർത്ഥം. ചില ഇതെന്താണ് പാടാനുള്ള അല്ലെങ്കിൽ സൗണ്ടിന് ചെറിയ പ്രോബ്ലം ആണെങ്കിൽ പോലും അവർക്ക് ആ റിതം എന്താണ്, പിച്ച് എന്താണ്, മെലഡി, ടോൺ, ഇതൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാനുള്ള ആ ഒരു എബിലിറ്റി ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ അതൊക്കെ ക്രിയേറ്റ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും മ്യൂസിക്കൽ പാറ്റേൺസ് റിക്കഗ്നൈസ് ചെയ്യാനും ഒക്കെ ഉള്ള എബിലിറ്റി ഉള്ള ആളുകൾ ഉണ്ടാവാം. അപ്പൊ ആ ഒരു ഇന്റലിജൻസിനെയാണ് മ്യൂസിക്കൽ ഇന്റലിജൻസ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ നമുക്ക് പല കുട്ടികളെയും കാണാൻ കഴിയും. ചിലപ്പോൾ അവരെന്തായിരിക്കാം പഠനത്തിൽ അവർ വീക്കായിരിക്കാം, മാത്സിനൊക്കെ മാർക്ക് വളരെ കുറവ് കാണാം.
പക്ഷെ അതേ സമയം അവരെന്തായിരിക്കും സ്കൂൾ ആർട്സ് ഫെസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവർ പാട്ടിൽ അല്ലെങ്കിൽ വേറെ അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ അവർ മികച്ചു നിൽക്കുന്നത് കാണാം. അപ്പൊ അതൊക്കെ ഓരോ ടൈപ്പ് ഇന്റലിജൻസ് ആണ്. അല്ലാതെ നമ്മൾ എക്സാം പേപ്പറിലുള്ള മാർക്ക് മാത്രം നമ്മൾ നോക്കേണ്ടതില്ല. അതും എന്താണ്, പിന്നെ ചില കുട്ടികൾ ഇതെല്ലാം കോമ്പിനേഷൻ ഉണ്ടാവാറുമുണ്ട്. എന്നാൽ ഇവിടെ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉള്ള ആളുകൾക്ക് മ്യൂസിക്കൽ പാറ്റേൺസും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാനും അതിലേക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവർ കുട്ടിക്കാലത്തെ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് കാണാം. അപ്പൊ അവർക്ക് നമ്മൾ കരിയറൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ മ്യൂസീഷ്യൻസ് ആയിട്ട് കമ്പോസേഴ്സ്, സിംഗേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് അങ്ങനെയുള്ള രീതികളിലേക്ക് അവരെ നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഗൈഡ് ചെയ്ത് കൊടുക്കുമ്പോഴെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ആ മേഖലയിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഹയസ്റ്റ് പൊസിഷനിൽ അവർക്ക് എത്താൻ കഴിയും. കാരണം അവർക്ക് അതിനോടുള്ള ടേസ്റ്റ് അവർക്കുണ്ട്, ആ ഒരു ഇന്റലിജൻസും ഉണ്ട്, അതിനോടുള്ള ഒരു ഇൻട്രസ്റ്റും അവരിൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ആ ഒരു എന്താണ് ഫീൽഡിൽ അവര് ഏറ്റവും നല്ല രീതിയിൽ ഉഷാറാവാൻ കഴിയും. ഇനി നെക്സ്റ്റ് വൺ നേച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് ആണ്. ചില കുട്ടികൾ നിങ്ങൾക്ക് ചോദിച്ചാൽ അറിയാം, ഈ ഫിഷിനെ വളർത്തുന്നത്, അതുപോലെ തന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ അല്ലേ, അങ്ങനെയൊക്കെയുള്ള എന്താണ് നമ്മൾ പറയൊന്നും വേണ്ട, അവരതിങ്ങനെ അതിനോടൊക്കെ ഇൻട്രസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ നമ്മളെ ഈ ഡിസ്കവറി ചാനൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, അതായത് അനിമൽസ് അങ്ങനെയുള്ള, അതുപോലെ തന്നെ അവർക്ക് പിന്നെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഇത്തരം സ്ഥലങ്ങളിലൊക്കെ പോവാനുള്ള താല്പര്യം ഉണ്ടാവുക. അതായത് അവരെപ്പോഴും ഡീപ്പ് കണക്ഷൻ ടു ദ നേച്ചുറൽ വേൾഡ്, അവർ നേച്ചുറൽ വേൾഡ് ആയിട്ട് എപ്പോഴും കണക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണാം. സ്കിൽഡ് അറ്റ് ഐഡന്റിഫൈങ്, ക്ലാസിഫൈങ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് പാറ്റേൺസ് ഇൻ നേച്ചർ. അതായത് അവർ പ്രകൃതിയെ അറിയാനും പ്രകൃതിയുടെ ഓരോരോ നീക്കങ്ങൾ അതിനൊക്കെ അവർക്ക് വളരെ താല്പര്യമായിരിക്കും. എന്താണ് പ്രകൃതിയിലൂടെ നടക്കാൻ അങ്ങനെയൊക്കെയുള്ള ആളുകൾ ഉണ്ടാവാം. അവർക്ക് നമ്മൾ ഗൈഡ് ചെയ്ത് കൊടുക്കേണ്ട ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് മേഖലയിലേക്ക് അവരെ നമുക്ക് ഏറ്റവും സക്സസ്ഫുള്ളി നമുക്ക് ഗൈഡ് ചെയ്ത് കൊടുക്കാൻ കഴിയും? ബയോളജിസ്റ്റ്, ഇക്കോളജിസ്റ്റ്, ഫാമേഴ്സ്, വെറ്റിനറീസ്, ഈ ഒരു മേഖലയിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് സക്സസ് ആവാൻ കഴിയും. അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കുട്ടികളെ അങ്ങ് ശ്രദ്ധിച്ചാൽ തന്നെ കാണാം. ഇപ്പം പെറ്റ്സിനെയൊക്കെ വളരെയധികം നോക്കുന്ന മക്കള്, അതിനോടൊക്കെ വളരെ കെയറിങ് ഒക്കെ കൊടുത്തിട്ടുള്ള കുട്ടികളെ കാണാൻ കഴിയും. അപ്പൊ ഇതൊക്കെ നമ്മൾ പാരൻസും അതുപോലെ തന്നെ ടീച്ചേഴ്സും ഐഡന്റിഫൈ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ഒരിക്കലും ഒരു കുട്ടിയെയും നമ്മൾ താഴ്ത്തി പറയരുത്, അല്ലെ മാർക്ക് കുറഞ്ഞത് കൊണ്ട് ഒരിക്കലും താഴ്ത്താൻ പാടില്ല. ഇത്തരം ടൈപ്പ് ഇന്റലിജൻസ് ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കണം. ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത 7th ഇന്റലിജൻസ് ആണ് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ്. ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ ഇപ്പോൾ ഒരാളുടെ പ്രോബ്ലം ഒക്കെ കേൾക്കുമ്പോൾ അവർ പ്രോബ്ലം കേൾക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും, അതിനൊരു സൊല്യൂഷനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കാണാം കുട്ടിക്കാലത്തെ. അതായത് എന്താണ് എൻ്റെ പ്രശ്നം, അങ്ങനെയാണോ, അങ്ങനെ ചെറിയ കുട്ടികൾ അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ്, അതുപോലെ തന്നെ അവരുടെ മോട്ടിവേഷൻസ്, ഇന്റൻഷൻസ് ഇതൊക്കെ മനസ്സിലാക്കുക, അണ്ടർസ്റ്റാൻഡിങ് അതേഴ്സ്, അവരെയാണ് നമുക്ക് അവരുടെ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലായിരിക്കുന്ന പറയാം. ഇത്തരം ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലുള്ള ആളുകൾ പലപ്പോഴും നല്ല ലീഡേഴ്സ് ആയിട്ട് മാറാറുണ്ട്. ഗാന്ധിജി അങ്ങനെയുള്ള ഒരുപാട് ലീഡേഴ്സിനെ നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ ലീഡേഴ്സ് പൊതുവെ ഈ കഴിവുള്ളവരായിരിക്കും. അവർക്ക് മറ്റുള്ളവരെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യണമെങ്കിൽ അവരെ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യണ്ടേ. അങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് ഗൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുന്ന ആളുകളായിരിക്കും. ഇത്തരം ആളുകൾ സെലക്ട് ചെയ്യേണ്ട മേഖല എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സ് ആയാൽ അവർ സക്സസ് ആവും. അതുപോലെ തന്നെ കൗൺസിലേഴ്സ്, പല ആളുകളുടെയും പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കാനും അങ്ങനെയൊക്കെയുള്ള മേഖലകളിലേക്കാണ് അവർ ഏറ്റവും നല്ല രീതിയിൽ അവർക്ക് പ്രശോഭിക്കാൻ കഴിയും. അവരത് സക്സസ്ഫുള്ളി ആ മേഖലയിൽ എത്തിയാൽ അവർക്ക് അതൊരു പാഷൻ പോലെ അവരത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ നെക്സ്റ്റ് വൺ എന്താണ്? ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ്. ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഡീപ്പ് സെൽഫ് അവയർനെസ് ആണ്. അവനവനെ കുറിച്ച് നല്ല രീതിയിൽ മനസ്സിലാക്കും. അണ്ടർസ്റ്റാൻഡിങ് വൺസ് ഓൺ ഇമോഷൻസ്, എൻ്റെ ഇമോഷൻസ് എന്താണ്, എൻ്റെ സ്ട്രെങ്ത് എന്താണ്, എൻ്റെ വീക്ക്നെസ് എന്താ, എൻ്റെ ഇന്നർ മോട്ടിവേഷൻസ് എന്താണ്, അങ്ങനെ അവനവനെ കുറിച്ച്
നല്ല രീതിയിൽ റിയലൈസ് ചെയ്തിരുന്ന ആളുകൾ. ഇവരാണ് പലപ്പോഴും ഫിലോസഫേഴ്സ്, അതുപോലെ തന്നെ ഓൺട്രപ്രണർ ഒക്കെ ആവാം. ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റിസ്ക് ഏറ്റെടുക്കണം അല്ലെ, ന്യൂ ഐഡിയാസ്, ന്യൂ ഇൻവെൻഷൻസ് കണ്ടെത്തുന്ന ആളുകളാണ്. അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാകണം. ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, ബിസിനസ് എന്ന് അല്ലെ, ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ജോബ് അല്ല. ഒരു കരിയർ സെലക്ട് ചെയ്താൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. ഒരു ഓൺട്രപ്രണർ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വേറെ ഏതൊരു മേഖലയാണെങ്കിലും, ടീച്ചർ ആയിക്കോട്ടെ, ഡോക്ടർ ആയിക്കോട്ടെ, അല്ലെ വേറെ എഞ്ചിനീയർ ആയിക്കോട്ടെ, അവരൊക്കെ ഏൺ ചെയ്യുന്നത് അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷെ ഒരു ഓൺട്രപ്രണർ എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ എൻ്റെ സ്റ്റുഡൻസിനോടൊക്കെ പറയാറുണ്ട്, അവർ ശരിക്കും എന്താണ് ഓൺട്രപ്രണർ ആണ്, മറ്റുള്ളവർക്ക് കൂടെ ജോബ് കൊടുക്കുന്ന ആളുകളാണ്. അങ്ങനെയാവുമ്പോൾ ഒരു 5 പേർക്ക് ജോബ് കൊടുത്തിട്ടുണ്ട്, അയാളുടെ കുടുംബവും അതോടൊപ്പം തന്നെ മറ്റൊരു 5 ഫാമിലി കൂടി അവിടെ രക്ഷപ്പെടുത്താൻ അയാൾക്ക് സാധിക്കും. അപ്പൊ ഈ ഓൺട്രപ്രണർ ആവുന്ന ആളുകൾ എന്ന് പറഞ്ഞാല് ഇവരുടെ സ്ട്രെങ്ത്തും അതുപോലെ തന്നെ ഇമോഷൻസ് ഒക്കെ കറക്റ്റ് മനസ്സിലാക്കാനും അങ്ങനെയൊക്കെയുള്ള എബിലിറ്റി കൂടി ഉണ്ടായിരിക്കണം. റിസ്ക് ഏറ്റെടുത്ത് ചെയ്യാനുള്ള എബിലിറ്റി ഒക്കെ ഉണ്ടാവണം. അപ്പൊ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കുറിച്ച് തന്നെ നമുക്ക് നല്ലൊരു മനസ്സിലാക്കാനുള്ള കഴിവാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളിൽ ഇൻട്രാപേഴ്സണൽ ഇന്റലിജൻസ് കൂടുതലായിട്ട് ഉണ്ടാവും. ഇനി ലാസ്റ്റ് വൺ ആണ് എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ്. ചില കുട്ടികളെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും. അതായത് ചില കുട്ടികള് ചെറുപ്പത്തിലേ ചോദിക്കും, അമ്മേ ഞാൻ എങ്ങനെയാ ഉണ്ടായത്? അപ്പൊ അമ്മമാര് പറയാ, മിണ്ടാതിരിക്കുന്നു പറയും അല്ലെ. ചെറിയ വായിൽ അതാ വലിയ വർത്താനം എന്നൊക്കെ പറയാറുണ്ട്. അതിപ്പോ മുത്തശ്ശിമാരൊക്കെ കേൾക്കുമ്പോ എന്താണ് ഈ കുട്ടി ചോദിക്കുന്നത് എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയുള്ള ക്യൂരിയോസിറ്റി നിറഞ്ഞ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എന്താക്കാൻ പാടില്ല, തളർത്താൻ പാടില്ല. അതേപോലെ തന്നെ അവർക്ക് അവരുടേതായ രീതിയിലുള്ള ഒരു സ്റ്റോറി രൂപത്തിലൊക്കെ അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. അതുപോലെ തന്നെ പല അതൊരു എക്സിസ്റ്റൻഷ്യൽ ഇന്റലിജൻസ് ഉള്ള കുട്ടിയിൽ നിന്ന് അത്തരം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് ചിലർ ചോദിക്കും, ഈ ലോകം കഴിഞ്ഞാൽ ഏത് ലോകമാണ്? ഇനി അല്ലെ മരണത്തെ കുറിച്ച്, അല്ലെ ഇതെന്താണ് ആഫ്റ്റർ ഡെത്ത് എന്തായിരിക്കും, അല്ലെ ഈ ലൈഫ് എന്താണ്? ഇത്തരം കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവാം. ഇങ്ങനെ ചിന്തിക്കുന്ന കുറെ കുട്ടികൾ ഉണ്ടാവും. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റലിജൻസ്, അതാണ് കണ്ടംപ്ലേറ്റിംഗ് ദ ബിഗ് ക്വസ്റ്റ്യൻസ്, ലൈഫ്, ഡെത്ത്, മീനിങ് ആൻഡ് എക്സിസ്റ്റൻസ്. ഞാൻ ഇവിടെ എന്തിനു വേണ്ടി വന്നു? എന്താണ് എൻ്റെ റോള്? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെ വളരെ ഡീപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് ഉണ്ടാവുക. അപ്പൊ അവര് ഫിലോസഫേഴ്സ് ആയിട്ടും തിയോളജിസ്റ്റ് ആയിട്ടൊക്കെയാണ്, വിഷണറീസ് ഒക്കെ ആയിട്ട് അവർക്ക് പറ്റിയ അങ്ങനെയുള്ള മേഖലകളിലേക്ക് നമ്മൾ ഗൈഡ് ചെയ്യേണ്ടതാണ്. അപ്പം മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചതും, ഇങ്ങനെ 9 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ട്. ഈ 9 ടൈപ്പ് ഓഫ് ഇന്റലിജൻസ് ഉണ്ടാവുമ്പോൾ നമ്മളിപ്പോ ഏതെങ്കിലും ചില ആളുകളിൽ 3ഉം 4ഉം ഇന്റലിജൻസ് ഒരേപോലുള്ള ആളുകൾ ഉണ്ടാവാം. അതായത് നമ്മൾ പറഞ്ഞപ്പോ ഒരു കുട്ടിക്ക് ഇതിപ്പോ ഞാൻ പറഞ്ഞതുകൊണ്ട് നിങ്ങൾ എന്ത് മനസ്സിലാക്കരുത്, ഒരു കുട്ടിക്ക് ഇപ്പൊ ലോജിക്കൽ ഇന്റലിജൻസ് അല്ലെ മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് ഉള്ള കുട്ടിക്ക് മറ്റൊരു ഇന്റലിജൻസ് ഇല്ല എന്നുള്ളതല്ല. ചില ആളുകളില് ഈ 3 or 4 ഇന്റലിജൻസിന്റെ കോമ്പിനേഷൻ കാണാം, അല്ലെങ്കിൽ ഒരു 5 ഇന്റലിജൻസിന്റെ കോമ്പിനേഷൻസ് കാണാം. പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എവരി മൈൻഡ് ഹാസ് ഇറ്റ്സ് ഓൺ ജീനിയസ് എന്നാണ്. എല്ലാവരിലും എന്തുണ്ട്? അവരുടേതായിട്ടുള്ള സ്കില്ലുണ്ട്, എബിലിറ്റി ഉണ്ട്. ദ ക്വസ്റ്റ്യൻ ഈസ് നോട്ട് വെദർ യു ആർ സ്മാർട്ട്, ബട്ട് ഹൗ യു ആർ സ്മാർട്ട്. അതേപോലെ തന്നെ ഗാർട്ട്നേഴ്സ് തിയറി റിമൈൻഡ്സ് us, ഗാർട്ട്നേഴ്സ് എന്താണ് പറയുന്നത്? ഇന്റലിജൻസ് ഈസ് നോട്ട് എ റാങ്കിങ്, ഇറ്റ് ഈസ് എ ലാൻഡ്സ്കേപ്പ്. Every person carries a unique blend of strengths waiting to be discovered and nurtured. അതേപോലെ തന്നെ നമ്മൾ ഓരോന്നിനെയും പരിപോഷിപ്പിക്കണം, ഓരോ സ്കില്ലിനെയും. ഇതൊക്കെ ഉണ്ടാവാം കുട്ടികളെ നമ്മൾ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് പ്രത്യേകം പറയുന്നത്, ടീച്ചേഴ്സും പാരൻസും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ കുട്ടികളിലെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ അവർക്ക് അത് വളരാനുള്ള എല്ലാ സിറ്റുവേഷൻസ് നമ്മൾ ഒരുക്കി കൊടുക്കണം. ഒരിക്കലും നമ്മുടെ ഡ്രീം അച്ചീവ് ചെയ്യേണ്ട ആളുകളല്ല നമ്മുടെ മക്കൾ എന്ന് പറയുന്നത്. അവർക്ക് പലതരത്തിലുള്ള എഡ്യൂക്കേറ്റേഴ്സിനോട് പറയാണ്ടത് ടീച്ച് ടു മൾട്ടിപ്പിൾ സ്ട്രെങ്ത്. അതായത് അവരിൽ പലതരത്തിലുള്ള സ്ട്രെങ്ത് ഉണ്ടാവും, അത് നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അതുപോലെ തന്നെ നോ യുവർ യുണീക്ക് പ്രൊഫൈൽ, അതുപോലെ സെലിബ്രേറ്റ് ഡൈവേഴ്സ് ഇന്റലിജൻസ്. അതുപോലെ പലരിലും എന്തുണ്ടാവാം? പല ടൈപ്പ് ഇന്റലിജൻസ് ഉണ്ടാവാം. ഇന്നത്തെ ഈ വേൾഡിൽ, പ്രത്യേകിച്ച് ഇനി നെക്സ്റ്റ് ഇതിലും നമ്മൾ
പിന്നെ ന്യൂജന്റെ കേസിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു ജോബ് കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരല്ല ഇനി വരുന്ന ഒരു ജനറേഷൻ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരേ ടൈം അവർക്ക് പല ടൈപ്പ് ഇന്റലിജൻസ് ഉണ്ടെങ്കിൽ അവർ പല ടൈപ്പ് മേഖലകളിലേക്കും ഒരേ ടൈം പല ജോബുകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുട്ടികളും ഉണ്ടാവാം. അവർക്ക് അതിന് വേണ്ട രീതിയിലുള്ള ഗൈഡൻസ് കൊടുക്കേണ്ടത് പാരൻസും ടീച്ചേഴ്സും ആണ് എന്നുകൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇത്ര മാത്രമാണ്. ഇതുപോലെ നമ്മുടെ മുന്നിലെത്തുന്ന വിദ്യാർത്ഥികളായിക്കോട്ടെ, നമ്മുടെ മക്കളായിക്കോട്ടെ, ഇവിടെ നമ്മുടെ റോൾ എന്ന് പറയുന്ന ആസ് എ പാരന്റ് അല്ലെ ആസ് എ ടീച്ചർ, നമ്മുടെ റോള് അവരുടെ എന്താണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അത് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിനുള്ള സ്കോപ്പ് എന്താണ്, അവരുടെ പാഷനും എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ട് അവരെ ഏറ്റവും ബെസ്റ്റ് മേഖലയിലേക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട കരിയറിലേക്ക് എത്തിക്കുക. അങ്ങനെ എത്തിച്ചു കഴിഞ്ഞാൽ അവരെന്തായിരിക്കും, അവരുടെ ലൈഫ് കൂടി വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. പലപ്പോഴും ലൈഫിൽ പ്രോബ്ലംസ് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഷ്ടപ്പെടാത്ത ഒരു ജോബാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ ആ ജോബിന്റെ ആ ഒരു എന്താണ് ഭാരം മുഴുവൻ നമ്മൾ ഇറക്കി വെക്കുക എവിടെ എത്തുമ്പോഴാണ്, വീട്ടിലെത്തുമ്പോഴാണ്. വീട്ടിൽ പലപ്പോഴും അതിന്റെ സ്ട്രെസ് മുഴുവൻ ആദ്യം നമ്മൾ കാണിക്കുക ഒന്നുകിൽ കുട്ടികളോട് അല്ലെങ്കിൽ വൈഫിനോട്, ഇനി വൈഫാണെങ്കിൽ ഹസ്ബൻഡിനോട്, കുട്ടികളോട്. അപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ അവരുടെ പാഷനും അവരുടെ സ്കില്ലിനും അനുസരിച്ചുള്ള ഒരു ജോബ് അവരിലേക്ക് എത്താം. എന്നാൽ അതേസമയം നമുക്ക് സ്കില്ലും അതുപോലെ നമ്മുടെ പാഷനും നമ്മുടെ ഇന്റലിജൻസിനും അനുസരിച്ചുള്ള ജോബ് ആണെങ്കിൽ നമ്മളത് ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. ഏതൊരു സ്ട്രെസ് സിറ്റുവേഷൻ വന്നാലും അത് സോൾവ് ചെയ്യാനുള്ള ആ ഒരു താല്പര്യവും നമുക്കുണ്ടാവും. അവിടെ നമ്മൾ എത്ര മണിക്കൂറുകളോളം നമ്മൾ എന്താണ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു മടുപ്പിക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇതുകൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷനിൽ എന്നെ ശ്രവിച്ച എല്ലാവർക്കും എൻ്റെ സ്നേഹവും നന്ദിയും ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. ഇതോടൊപ്പം ഇന്നത്തെ എൻ്റെ ടോപ്പിക്കുമായി ആഡ് ഓൺ ചെയ്ത് നമുക്ക് ഡിസ്കഷനിലേക്കും പോവാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു സീന മാം, താങ്ക് യു സോ മച്ച്. ഇതൊന്നും ആ വിഷയം കേട്ട എന്റെ ഏതോ ഒരു സ്പാർക്ക് എവിടെയോ വന്നിട്ടാണ് വേണു സാർ നിൽക്കുന്നത്. വേണു സാർ ഇങ്ങനെ ഈഗർ ആയിട്ട് നിൽക്കുന്നുണ്ട് ടു ആഡ് ഓൺ. യെസ് പ്ലീസ് വേണു സാർ. ഓക്കെ സീനാജി, ഓ ആദ്യം ഞാൻ ഒരു കുസൃതി ചോദ്യം ചോദിച്ചതിന് തുടങ്ങാം. ഇത്രയും 9 ഇന്റലിജൻസ് പറഞ്ഞ ഇതില് സീനാജിക്കുള്ള ഇന്റലിജൻസ് ഏതൊക്കെയാണ് ഐഡന്റിഫൈ ചെയ്ത്? യുവർ ഓൺ ഞാൻ ഇന്റലിജൻസ് 9 പറഞ്ഞു, ഓക്കെ അതിൽ ഏതൊക്കെയാണ്? ഓക്കെ 9 എണ്ണത്തിലല്ല, ഒന്ന് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അത് എനിക്ക് ഏതിൽ വരും? അങ്ങനെയല്ല, ഏ ഏതിൽ വരും? ഏതാണ് ആ ഇന്റലിജൻസ്? സ്പെസിഫിക് പേര് പറയണം. അതായത് ലോജിക്കൽ, സോറി ലോജിക്കൽ അല്ല, നമ്മുടെ വായനയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഇന്റലിജൻസ് ഇല്ല, റീഡിങ് ആ ഒരു രീതിയിലാണ്. അതിന് സ്പെസിഫിക് ആയിട്ട് അതേപോലെ പറയണം തന്നെ അല്ല, പേര്. സ്പെസിഫൈഡ് ആയിട്ട് പേര് എനിക്കുള്ളത് ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ്. ആദ്യം ഇന്റർപേഴ്സണൽ ലിംഗ്വിസ്റ്റിക്. ഇന്റലിജൻസ്. നിങ്ങൾ ആ പറഞ്ഞ ആ ലിംഗ്വിസ്റ്റിക് ആണ് ആദ്യത്തെ വരുന്നത്. ലിംഗ്വിസ്റ്റിക്കിനേക്കാൾ കൂടുതൽ എനിക്ക് ഇന്റർപേഴ്സണൽ ആട്ടോ. സോറി മാം, സോറി സാർ. ആ ലിംഗ്വിസ്റ്റിക് ഉണ്ടെങ്കിൽ ആ ആ വേർഡ്സും ഒരു സ്പീക്കറായിട്ടും വരണമെന്നുണ്ടെങ്കിൽ ആ എവരി സ്പീക്കർ. അതെ, ശശി തരൂർ എന്താണ്? പുള്ളിക്കയുടെ ലിംഗ്വിസ്റ്റിക് ആ ഇന്റലിജൻസ് കാരണമാണ് ലിംഗ്വിസ്റ്റിക് ആണ്. ശശി തരൂർ ഈസ് വെരി ഒരു നല്ലതായിട്ട് വരുന്നത്. ഇനി ഇനി അടുത്തൊരു അതാണ് ഞാൻ ഇതില്ലേ, പറഞ്ഞ, ആദ്യം ലിംഗ്വിസ്റ്റിക്കും വേണം, പിന്നെ ലിംഗ്വിസ്റ്റിക് ഇന്റർപേഴ്സണൽ. ഇല്ലാതെ ഒന്നും ശരിയാകത്തില്ല. ഇന്റർപേഴ്സണൽ ശരിയാണെന്നുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള ലിംഗ്വിസ്റ്റിക്. വാക്ക് ഉപയോഗിച്ചില്ല ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് ശരിയാകത്തില്ല. ചിലര് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ എല്ലാം കോൺഫ്ലിക്റ്റ് വരും, മിസ്അണ്ടർസ്റ്റാൻഡിങ്. ചില റൈറ്റ് യെസ്. വേർഡ്സ് പോലും യൂസ് ചെയ്തില്ല. ഇനി ഒരു ചെറിയൊരു കറക്ഷൻ ഞാൻ ചെയ്യാൻ പോവാണ്. അത് ഐ ഹോപ്പ് ഓക്കെ. ദാറ്റ് യു വിൽ ടേക്ക് ഇറ്റ് ദി റൈറ്റ് സ്പിരിറ്റ്. കാരണം വെച്ചാൽ ഇതേ ടോക്ക് വേറെ എവിടെയെങ്കിലും കൊടുക്കുമ്പോൾ സൂക്ഷിക്കണം എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഹിറ്റ്ലറുടെ കാര്യം പറഞ്ഞു. ഹിറ്റ്ലർ അഡ്മിഷൻ കിട്ടിയില്ല. ഹിറ്റ്ലർ ട്രൈഡ് ടു ഗെറ്റ് ഇൻ ടു ദി അക്കാഡമി ഫൈൻ ആർട്സിന്റെ. അഡ്മിഷൻ ഓ കിട്ടാതെ റിജക്റ്റഡ് ആയതിന് ഹി ഹാസ് റിജക്റ്റഡ് ആൻഡ് ഹി ഫെൽറ്റ് റിജക്റ്റഡ്. അതാണ് ഓക്കെ ഓക്കെ, സത്യം. അതല്ലാതെ സത്യം അല്ലേ? ഹിറ്റ്ലർക്ക് കിട്ടി. അത് ഞാൻ അച്ഛനും എവിടെയോ അമ്മയും വായിച്ചതില്ല, സ്റ്റോറിയില്, സോറി ഞാൻ കംപ്ലീറ്റ് വായിച്ചതിൽ ചെയ്യട്ടെ, ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ഒന്ന് പേഷ്യന്റ് ആയിട്ട് കേൾക്കണം, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഉടനെ ഡിഫെൻസീവ് ആകണ്ട. അപ്പോഴേ അല്ല അല്ല അല്ല. എന്നുവെച്ചാൽ ഞാനാണെന്നുണ്ടെങ്കിൽ എത്ര
ഈ കഴിഞ്ഞ ഒരു 40 കൊല്ലമായിട്ട് ഐ ഹാവ് ബീൻ ഗിവിംഗ് ടോക്സ് ആൻഡ് കണ്ടക്ടിങ് സെമിനാർസ് ആൻഡ് ഐ ഹാവ് ബീൻ റീഡിങ് എ ലോട്ട് ഓഫ് ഇതിന്റെ. അത് കാരണം ഹിറ്റ്ലറുടെ തന്നെ ഞാൻ പലപ്പോഴും പലയിടത്തും ഞാൻ കോട്ട് ചെയ്തിട്ടുണ്ട് പല രീതിയിലും. ഹിറ്റ്ലറെ കുറിച്ചൊക്കെ കുറെ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. സോ ഹി ആർട്ടിസ്റ്റായിട്ട് ഹി വാണ്ടഡ് ടു ചൂസ് ദാറ്റ് ആസ് ഹിസ് കരിയർ. പക്ഷേ അത് അഡ്മിഷൻ കിട്ടാതെ എല്ലാം ആയതിനു ശേഷം അങ്ങനെയാണ് പുള്ളിക്കാരൻ പിന്നെ ഇതിലോട്ട് തിരിഞ്ഞു വന്നത്. അതാണ് ഒരു താങ്ക് യു അതൊന്ന് സർ. ഓർത്തോളാം. ആ ഫാക്ടർ ഓക്കെ, ഒന്ന് താങ്ക് ചെക്ക് യു ചെയ്തോളൂ. സർ. ഞാൻ ഈ പറയുന്നതിന് ആ, യു ഗോ ആൻഡ് ചെക്ക് ദാറ്റ് വൺ. ഓക്കെ, ഇനി താങ്ക് യു സർ. മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ആ ഒരു ഇതില് ഈ ഏതൊക്കെ ഒരു 3-4 സിനിമ ആക്ടേഴ്സ് ആർക്കൊക്കെയാണ് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ളതെന്ന് ഒന്ന് ഓർത്ത് ഒന്ന് പറയാമോ സീനാജി? മലയാളത്തില്, എങ്ങനെ? തമിഴില്, ഹിന്ദിയില് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള ആളുകളാ? ആക്ടേഴ്സ് ഹു ഹാവ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള ഇതിന് തമിഴ്, മലയാളം, ഹിന്ദി. അത്രക്കൊന്നും അറിയില്ല സാർ. ആരൊക്കെയാ? അതാണ് വേണ്ടത് സീനാജി. ഇങ്ങനൊരു ടോക്ക് കൊടുക്കുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടന്റ് അത് പറയുമ്പോഴാണ് ഓഡിയൻസിന്, അതായത് ഒന്ന് മോഹൻലാൽ. മോഹൻലാൽ മോഹൻലാലിന് എന്തൊക്കെ ഉണ്ട്? മമ്മൂട്ടിക്ക് ഉണ്ട്, മമ്മൂട്ടിക്ക് ഉണ്ടല്ലോ. മമ്മൂട്ടിക്കാളും മോഹൻലാലിനാണ്. മോഹൻലാലിന് സിംഗർ, പാട്ട് പാടാൻ പറ്റും. പാട്ടും. മമ്മൂട്ടി യെസ്. അങ്ങനെ പാട്ട് പാടി നമ്മൾ കേട്ടിട്ടില്ല. സിംഗർ, പിന്നെ ആക്ടിങ് ഡാൻസർ, ഉണ്ട്. ഭരതനാട്യം മറ്റേ അതെല്ലാം ഉം. പഠിച്ചിട്ട് മറ്റേ ഇതിന്റെയൊക്കെ അങ്ങനെ ഡാൻസർ അതിന്റെ. ഓ, ആ അത് കഴിഞ്ഞിട്ട് ഈ ഇതിന്റെ ഈ ഇന്റർപേഴ്സണൽ അതുകൊണ്ടാണ് മിക്കപ്പോഴും അതെ. ഒരു കോൺഫ്ലിക്റ്റിലോട്ട് മോഹൻലാൽ മിക്കപ്പോഴും വരാറില്ല. മോഹൻലാൽ വന്നിട്ട് ആൾക്കാരുമായിട്ട് പിണങ്ങുന്ന രീതിയിൽ വരത്തില്ല. അപൂർവമേ വരത്തുള്ളൂ. അങ്ങനെ ഒരെണ്ണം വന്നാണ് സുകുമാർ അഴീക്കോട് മരിച്ച അങ്ങേരുമായിട്ടൊരു ഇതല്ലാതെ ഈസ് എ വെരി 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 ഇതാണ് അതിന്റെ. അതങ്ങനെ. അത് കഴിഞ്ഞ് റൈറ്ററാണ് പുള്ളിക്കാരൻ. നന്നായിട്ട് എഴുതും, അറിയാമോ? എഴുതും. ആ എഴുതും. നല്ല എഴുതും. നന്നായിട്ട് എഴുതും. ഒരുപാട് ഇതിന്റെ ബ്ലോഗും വാട്ട് എവർ ഇറ്റ് ഈസ് അങ്ങനെ. ഉം. അങ്ങനെ ഇത്ര ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ഉള്ള ഒരാളാണ് ഇത്. അതേപോലെ മോഹൻലാൽ. തമിഴിലെ കമലഹാസൻ ഉം. സിംഗർ, റൈറ്റർ, ഡാൻസ്, ഡാൻസ്. അങ്ങനെ പല മേഖലയിലും. ആൻഡ് ഹീസ് ഓൾസോ ദെൻ അമിതാഭ് ബച്ചൻ സിംഗർ, ഡാൻസറിൻ്റെത്, ദെൻ ആക്ടിങ്ങിന്റെ ആൻഡ് കോൻ ബനേഗ കരോട്ട്പതി ഇങ്ങനെയുള്ള ആ ഷോയിലെല്ലാം വരുന്നത് വെച്ചാൽ ഹി നോസ് ഹൗ ടു. ഇങ്ങനെ ഈ 3 പേരെ സ്പെസിഫിക് ആയിട്ട് ഒന്ന് ഓർക്കണം. 3 പേരും വന്നിട്ട് ഇങ്ങനെ ഒരുപാട് മൾട്ടിപ്പിൾ യൂണിറ്റ്സിനെ അതിന് ആ ഏരിയയിൽ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ഈ ടോക്ക് സീനാജി, ഈ ടോക്ക് ആർക്കെന്ന് പറയാം ശരിക്കും ഐഡിയൽ ഓഡിയൻസ് കൊടുക്കേണ്ടത്. ഐഡിയൽ ഓഡിയൻസസ് ഈ കോളേജിൽ ഒരു 19 വയസ്സിനും 23 വയസ്സിനും ഇടയ്ക്കുള്ള പഠിക്കുന്ന പെൺകുട്ടികൾക്കാണ് കൂടുതൽ കൊടുക്കേണ്ടത്. നാളത്തെ അമ്മമാരാവുന്നു. അവർക്കിത് അറിഞ്ഞിരുന്നാലേ അവരുടെ കുട്ടിയുടെ ആ വളർന്നു വരുന്ന സമയത്ത് ആ ഫസ്റ്റ് 3 years ഓഫ് ലൈഫിൽ ആ കുട്ടിയുടെ ഇത് ഓരോന്നും ഡിസ്പ്ലേ ചെയ്യും. ഓരോന്നും ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ അവർ നേരത്തെ അറിയണം. എന്നുവെച്ചാൽ കുട്ടിയെടുത്ത് അവിടെ ഇടയ്ക്ക് പേപ്പർ ഇത് പേന വല്ലതും എടുത്ത് അവിടെ ചോരിൽ വല്ലതും വരയ്ക്കും. 2 അടി കൊടുക്കും. ആർട്ടിസ്റ്റിക് ഇതാണ്. 2 അടി കൊടുത്ത് അതോടുകൂടി അതിനെ അപ്പോഴും തന്നെ കൊല്ലുകയാണ്. യു ഗെറ്റ് മൈ പോയിന്റ്? എന്നിട്ട് ഓടുന്നു, ചാടുന്നു. നേരത്തെ പറഞ്ഞു അവർക്ക് ആ അത്ലറ്റിക് ഇതെല്ലാം ആ സ്പിരിറ്റുള്ള അടങ്ങിയിരിക്കും ഒരിടത്ത് അടി കൊടുത്ത് അതിനെ ഡിസ്കറേജ് ചെയ്യുന്നു. അതുകൊണ്ട് ഇഫ് പോസിബിൾ റീച്ച് ഔട്ട് ടു ടീനേജ് ആസ് ഏർലി 20 ഗേൾസിനെ ഈ ടോക്ക് കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ. ഇത്രയും മാത്രം ഞാൻ പറഞ്ഞു നിർത്തുന്നു. ഓക്കെ, താങ്ക് യു. വേണു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വേണു സർ. യെസ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാറ് പറഞ്ഞ പോലെ തന്നെയാണ്. ശരിയായ ഒരു ക്രൗഡിലേക്ക് എത്തേണ്ട ഒരു വിഷയം തന്നെയാണ് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ സാറ് പറഞ്ഞ ആ ഒരു ഇത് വെച്ച് പറയുമ്പോൾ തന്നെ ചെറിയ കുട്ടികൾ ജനിച്ച് വളർന്നു തുടങ്ങുമ്പോൾ തന്നെ ഈ ഒരു കാര്യം പാരൻസ് മനസ്സിലാക്കി അവരെ വളർത്തിക്കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ഈ പറയുന്ന പോലെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു പാരന്റിങ് അവർക്ക് കിട്ടും. ഇല്ലെങ്കിൽ ഇപ്പൊ മാം നേരത്തെ പറഞ്ഞ പോലത്തെ നമ്മുടെ സ്ഫടികത്തിലെ എക്സാമ്പിളും അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് ബുദ്ധിയെന്നും, ബിക്കോസ് നമ്മളെല്ലാം ഈ ഇത്തരത്തിലുള്ള മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് കേട്ട് വളർന്ന അങ്ങനത്തെ ഒരു പാരന്റിങ്ങിലൂടെ വന്ന ആൾക്കാരല്ല.
അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ സൈക്കോളജി പഠിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ പാരന്റിങ്ങിൽ അതൊക്കെ യൂസ് ചെയ്യുമെങ്കിലും നമ്മൾക്കും ബേസിക് ആയിട്ട് ഈ ഒരു കാര്യങ്ങൾ അറിയില്ല. അതുകൊണ്ടാണ് ആരെയാണ് ബുദ്ധിയുള്ളവർ എന്ന് പറയുമ്പോൾ കറക്റ്റായിട്ട് ഉത്തരം പറയുന്നത് എൻ്റെ മിടുക്കുകൊണ്ടല്ല. ടീച്ചേഴ്സ് പറയുന്നത് പഠിക്കുന്ന അതെ കുട്ടികൾക്കാണ്, മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കാണ് എന്നുള്ളത് അത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അറിയുന്ന എന്താണെന്ന് അറിയുന്നതുകൊണ്ടോ ഈ ടീച്ചേഴ്സ് എന്തിനാണ് പറയുന്നതെന്നുകൊണ്ടല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ വളർന്നു വന്നത് ആ ഒരു രീതിയിലാണ്. പഠിക്കുന്ന കുട്ടികളും മിടുക്കര്, എന്തെങ്കിലും കണക്ക് തെറ്റിച്ചു കഴിഞ്ഞാൽ പൊട്ടൻ, അല്ലേ? അവന് ബുദ്ധിയില്ല, എന്തോ യെസ് അവൻ കൂട്ടാൻ അറിയില്ല, വിരല് വെച്ച് എണ്ണണ കണ്ടില്ലേ. ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് നമ്മളും കേട്ട് ശീലിച്ച് വളർന്നിരിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സാർ പറഞ്ഞ രീതിയിൽ ഇനി അങ്ങോട്ട് ഇപ്പൊ ഉള്ള തലമുറയിൽ ചെറിയൊക്കെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അതും ഭയങ്കര ടഫാണ് നമുക്കത് ചെയ്തു കൊണ്ടുവരിക എന്നുള്ളത് മനസ്സിലാക്കി കൊണ്ടുവരാൻ. പക്ഷെ ഇനി അങ്ങോട്ട് മുന്നോട്ട് വരുന്ന തലമുറകളിൽ ഈ ഒരു മൾട്ടിപ്പിൾ ഇന്റലിജൻസിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ടീവായിട്ട് കുട്ടികളെ വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ, നമ്മളിപ്പോൾ കുറ്റം പറയുന്ന ഈ മൊബൈൽ മാത്രം കുത്താൻ അറിയുന്ന എന്നുള്ളത് എന്നുള്ള ഇതിൽ നിന്ന് വിട്ട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ക്രൗഡിനെ തന്നെ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നുള്ളതാണ്. സോ ഇറ്റ് വാസ് റിയലി എ ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്, വെൽ റെൻഡേർഡ്. പക്ഷെ നമുക്ക് ഈ പറയുന്ന പോലെ ഇന്ന് പതിവ് പോലെ അത്രയും ആൾക്കാർ നമുക്കിന്നില്ല. എന്ത് പറ്റിയെന്നറിയില്ല, വളരെ വി ഹാവ് ഓൺലി ഫ്യൂ നമ്പേഴ്സ്. എന്തായാലും ഈ ഒരു വിഷയം ഇനിയും സാർ പറഞ്ഞ പോലെ മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിലും തീർച്ചയായിട്ടും എടുക്കണം. സോ വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ആൻഡ് ഇനി താങ്ക് യു ഒരു സോ കാര്യം കൂടെ മച്ച്. പറഞ്ഞു നിർത്താം. അതായത് യെസ് സർ. എത്രയും പേര് ഇല്ല എന്നുള്ളത് അങ്ങനെ വിചാരിക്കരുത്. കാര്യം എന്താ അറിയാമോ, അവർക്ക് ഇതിനുള്ള ഭാഗ്യമില്ലെന്ന് കരുതിയാൽ മതി. ഇങ്ങനെ ഒരു അതെ. നല്ലൊരു സെഷൻ കേൾക്കാനായിട്ട് അവർക്ക് ഈ യോഗമില്ല. അതല്ലാതെ അതെ, ദാറ്റ് ഇസ് ഹൗ അതന്നെ ഐ ഉദ്ദേശിച്ചത്. പുട്ട്. അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തിക്കാമായിരുന്നു എന്നുള്ളത് മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ. എത്തിക്കാതിരുന്നാല് ഈ താല്പര്യം ഇല്ലാത്തവർ ദോസ് ആർ റിയലി സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ടുള്ളവർ അവർ വരും. യെസ് എന്നിട്ട് അതെ അതെ. ഞാൻ ഒരിക്കല് ഒരു സ്കൂളിൽ ലോങ് ടൈം ബാക്ക് ഞാൻ ഈ ഉം. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷന് 1985 ഞാൻ പഠിച്ച ഉം. സ്കൂളിൽ തന്നെ നാട്ടിൽ അവിടുത്തെ ചെന്ന് ടീച്ചേഴ്സിന് വേണ്ടി ഒരു സെഷൻ എടുക്കാനായിട്ട് അവിടുത്തെ ഹെഡ് മാസ്റ്റർ ചെന്ന് കാണുന്നു, ഇങ്ങനെ ടോക്ക് ഉം. കൊടുക്കാനായിട്ട്. അവൻ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ അത് ഇവിടെ അല്ല ഡോക്ടറെ, അത് ഇവിടെ കവടിയാറിലുള്ള, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്, കവടിയാറിൽ അവിടെ ഡെഫ് ആൻഡ് ഡംബ് സ്കൂളുണ്ട്, അവിടെയാണ് ഞാൻ കൊടുക്കേണ്ടത്. അവൻ പുള്ളിക്കാരനെ അറിഞ്ഞുകൂടാ ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ബോഡി ലാംഗ്വേജിനെ കുറിച്ച്. ഉടനെ ഞാൻ പറഞ്ഞു, ഞാൻ അതല്ല, ഡെഫ് ആൻഡ് ഡെഫ് സൈൻ ലാംഗ്വേജ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ബോഡി ലാംഗ്വേജ്, ശരീരഭാഷ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോഴത്തേക്കും പുള്ളിയുടെ ഈഗോ ഹർട്ടായി. കാരണം എന്താ പറയുക, ഞാൻ ഹെഡ് മാസ്റ്റർ, ഞാൻ ഈ പറഞ്ഞ മണ്ടത്തരം ഇങ്ങനെ ആയല്ലോ എന്നുള്ളത്. പിന്നെ പുള്ളിക്കാരൻ എങ്ങനെയെങ്കിലും അത് നടത്തിക്കാതിരിക്കാനായിട്ടുള്ളതായി കഴിഞ്ഞു. ഇതാണ് നമ്മുടെ അധ്യാപകരുടേത്. പുള്ളി പറയണം, അതെ ഡോക്ടർ എത്ര സമയം വേണം? ഞാൻ പറഞ്ഞു, ഒരു 3/4 മണിക്കൂർ. നമുക്ക് ഇവിടെ സ്കൂളിൽ ഒരുപാട് സമരവും പലതും ഇതൊക്കെ ആയത് കാരണം ക്ലാസ്സുകളെല്ലാം പോയി, സിലബസ് തന്നെ ഇനിയും കവർ ചെയ്തിട്ടില്ല, അത് കാരണം 3/4 മണിക്കൂർ തരാൻ പറ്റത്തില്ല. ഉം. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലേ ആ ക്ലാസ് എത്ര മണിക്ക് തരും? 3:30. എന്നാൽ 3:30 ശേഷം ഒരു 3/4 മണിക്കൂർ. ഈ സാറന്മാരാ ബെല്ലടിച്ച ആദ്യം പിള്ളേരെക്കാളും മുൻപേ ഓടുന്നത് സാറന്മാരാണ്. അങ്ങനെയൊക്കെ അവർ നിൽക്കത്തില്ല. അത് എന്നിട്ട് ഞാൻ വിടുന്നില്ല. ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, ഓടാത്ത കുറച്ച് പേരെങ്കിലും കാണുമല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് എടുക്കാം. പുള്ളി പറയാൻ, ഡോക്ടർ ഇത്രയും മെനക്കെട്ടൊക്കെ വന്നിട്ട് അവസാനം അത്രയും ഒന്ന് രണ്ട് അധികം പേര് ഇല്ലെന്നുണ്ടെങ്കിൽ 2-3 പേരൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഡോക്ടർക്ക് തന്നെ ഒരു വിഷമം വരത്തില്ലേ? അത് ബുദ്ധിമുട്ടല്ലേ? ഞാൻ പറഞ്ഞു, എനിക്ക് യാതൊരു വിഷമവും വരത്തില്ല. ഒരാളുണ്ടെങ്കിലും ഞാൻ എടുക്കും, ഒരാളുണ്ടെങ്കിലും എനിക്കെടുക്കും. ആ ഒരാൾക്കെങ്കിലും താല്പര്യമുള്ളതൊക്കെ. എന്നിട്ട് മനസ്സോടുകൂടി പുള്ളിക്കാരൻ ഒരു ബുധനാഴ്ച ഒരു 3:30 മുതലുള്ള നോട്ടീസ് ഇട്ടു. എന്നിട്ട് പുള്ളി അവിടെ വന്നുമില്ല. അതാണ് തമാശ. ഞാൻ അവിടെ നേരത്തെ ചെന്ന് ആ ക്ലാസ് റൂമിൽ ചെന്ന് തന്നെ 10-20 സാറന്മാരുണ്ടായിരുന്നു. ഞാൻ അരമണിക്കൂറിൽ നിർത്തി, ഡിസ്കഷൻ എല്ലാം കൂടെ 1 മണിക്കൂറോളം പോയി. എന്നിട്ട് അതിലെ ഒരു സാറാണ് പറഞ്ഞത്, ഡോക്ടറെ ഇവിടെ അടുത്തുള്ള SMB സ്കൂളിൽ അവിടെ ഇതേപോലെ ഒരു ടോക്ക് കൊടുക്കാൻ ഡോക്ടറെ വിളിച്ചാൽ വരുമോ? ഞാൻ വരാം. അങ്ങനെ ഞാൻ കൊടുത്ത് അവസാനം അവിടുത്തെ ബി.എഡ് കോളേജിൽ നിയർലി 10 കോളേജസിൽ ഞാൻ ഗസ്റ്റ് ഫാക്കൽറ്റി ആയി. ഇനി അടുത്തത്, ഈ ലിംഗ്വിസ്റ്റിക്സ് ഇതൊന്നും ഇല്ലാത്ത, ഇന്റലിജൻസ് ഇല്ലാത്തവരാണ് നമ്മുടെ അവിടെ ചിലരൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫസർ ആകുന്നത്. അതിൻ്റെ ടിപ്പിക്കൽ എക്സാമ്പിൾ ഞാൻ പേര് പറയാതെ നിങ്ങൾക്ക് അറിയാം. അത് വളരെ ട്രോളൊക്കെ ആയതാണ്. അവർ മന്ത്രിയൊക്കെ ആയി. അവർ പറഞ്ഞാണ്, വേർ എവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ്. അറിയാമല്ലോ, കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ ഗ്രൂപ്പിൽ? ഇല്ല, കേട്ടിട്ടില്ല. അർച്ചനാജി കേട്ടിട്ടില്ല?
ഇത് ഈ ഒരു ഡയലോഗ് കേട്ട പോലെ ഉണ്ട്. ഐ കാൺ റീകോൾ ഹൂ ഇറ്റ് വാസ്. Wherever I go, I carry my house in my head. അവര് ഓൺ ഹെഡ്. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് പ്രൊഫസർ ആൻഡ് HOD ആയിട്ട് റിട്ടയർ ചെയ്ത് അവർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായി. എങ്ങനെയുണ്ട് ലിംഗ്വിസ്റ്റിക് ഇന്റലിജൻസ്? ഓക്കെ, താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു. അപ്പൊ താങ്ക് യു സോ മച്ച് സീന മാം. അതുപോലെ സീന മാമിന് നല്ലൊരു ഇൻട്രോ തന്ന സംന മാമിന് ഒരുപാട് നന്ദി. അതുപോലെ ഇന്നത്തെ സെഷൻ കേൾക്കാൻ വന്നിരുന്നവർക്ക് ഒരുപാട് നന്ദി. നമ്മൾ മറ്റൊരു ട്രെയിനറുമായി നമുക്ക് മൺഡേ വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓക്കെ സീന മാം. മാം. അതുപോലെ തന്നെ ഇത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു സംഗതി കൂടി ഉണ്ട്. അതിന് ഒരുപാട് ടെസ്റ്റുകൾ ഉണ്ട്. അതൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ സ്റ്റുഡൻസിനെ ഒരു മേഖലയിലേക്ക് എന്താണ് ഗൈഡ് ചെയ്യേണ്ടതെന്നും കൂടെ ഓർമ്മപ്പെടുത്തുകയാണേ. ഞാൻ കരിയർ മെന്ററിംഗ് യെസ്. കോഴ്സ് കഴിഞ്ഞപ്പോഴാണ് ഈ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ലൈഫ് സ്കില്ല് അതോടൊപ്പം ടെസ്റ്റ് ചെയ്യാനുള്ള അസസ്മെന്റ് കാര്യങ്ങളൊക്കെ പഠിച്ചത്. അതിന്റെ ക്ലാസ്സുകളും ഗ്രേറ്റ്. എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതും കൂടെ ഒന്ന് പറയാണ്. നമ്മൾ മാക്സിമം ആളുകളിലേക്ക് ഇതിന്റെ ഒരു അവയർനെസ് കൊടുക്കുക. ഓക്കെ. സീനാജി, അതെ. സീനാജി, ആ മിക്കപ്പോഴും ഒരു ടെസ്റ്റും വേണ്ട. സീനാജിക്ക് എത്ര പിള്ളേരുണ്ട്? എനിക്കൊരു മോളും. എത്ര പ്രായമായി? അവള് 19 അല്ല 19. 19 ആയില്ല, 18 കഴിഞ്ഞു. ഓക്കെ, ഈ ആ ചെറുപ്രായത്തിൽ തന്നെ ചില പെൺകുട്ടികൾ അടുക്കളയിൽ വന്ന് കുക്കിങ്ങിലേക്ക് താല്പര്യം കാണിക്കും. നീ ചെന്നിരുന്ന് പഠിക്ക്, നീ ചെന്നിരുന്ന് പഠിക്ക്. അവർക്ക് ആ കുക്കിംഗ് താല്പര്യത്തിൽ വരികയാണ്. അവര് സമ്മതിക്കത്തില്ല, മദറില്ല. അവരതിൽ പോയി ഞാൻ നാളെ ചിലപ്പോൾ നല്ല ഉഗ്രനായിട്ട് കാറ്ററിംഗ് ആ ബിസിനസ്സിൽ അവർ ശരിക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റും. അത് മനസ്സിലാക്കുന്നില്ല. പഠിക്ക് പഠിക്ക് പഠിക്ക്, ഇതേ ഉള്ളൂ. അതിന് വേറെ ടെസ്റ്റൊന്നും വേണ്ട. ആ കുട്ടിയുടെ താല്പര്യം കുട്ടി ഡിസ്പ്ലേ ചെയ്യാണ്. അതേപോലെ ചെടിച്ചട്ടി വയ്ക്കുമ്പോൾ അതിന് പ്രത്യേകം ഒരു ഇതും വേണ്ട, ടെസ്റ്റൊന്നും വേണ്ട. അവർ ഇതിൻ്റെ ഗാർഡനിങ്ങും അവർ ഫ്ലവറും അതിൻ്റെ ആയിട്ടുള്ള ബിസിനസ്സിൽ അതിൽ ബൊക്കെ അതിലോട്ട് വരും. ഇത് ആ കൂടി ഒരു ടെസ്റ്റും വേണ്ട. അത് ഈ ഇത്രയും മാത്രം ഒരു കോമൺ സെൻസ്, അതായത് നല്ലൊരു ആറാമത്തെ സെൻസാണ് കോമൺ ഒബ്സർവേഷൻ സെൻസ്. ഉണ്ടായാൽ മതി അല്ലേ? നല്ലൊരു ഒബ്സർവേഷൻ, ഒബ്സർവേഷൻ ഉണ്ടായാൽ മതി. നല്ല മക്കള്. ഒബ്സർവേഷൻ, ആ 6 സെൻസ് കോമൺ സെൻസ് മാത്രം ഉപയോഗിക്കണം. ഇത്രയും ഉപയോഗിച്ചാൽ മതി. അതെ. ദാറ്റ്സ് ഓൾ വാട്ട് ഇസ് റിക്വയർഡ്. ഞാൻ എൻ്റെ മകൻ്റെ കാര്യം കൂടെ പറഞ്ഞ് നിർത്താം. എൻ്റെ മകൻ്റെ ഇത് ഒഴികെ അവന് ഒരു 10 വയസ്സുള്ളപ്പോൾ ഞാനാണ് മെയിനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ ഗെയിംസ്, മറ്റേ വീഡിയോ ഞാൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവന് മറ്റേ വീഡിയോ സോങ്സ് ഉണ്ടല്ലോ, മറ്റേ ഷാറുഖ് ഖാൻ, മറ്റേ സൽമാൻ ഖാൻ, അല്ലെങ്കിൽ മറ്റേ വിജയ്, ഇവരുടെ എല്ലാം അവൻ അത് കണ്ടുകൊണ്ടിരിക്കും. അപ്പം ഞാനിങ്ങനെ കുക്ക് ചെയ്യുന്ന തിരിഞ്ഞു നോക്കി ഉടനെ ഇവൻ ഇരുന്ന് ഇങ്ങനെ ആടുന്നു. ഇവൻ അതിനെ ആ പാട്ടിന് മുമ്പിൽ അവിടെ പ്ലേ ചെയ്യാണ് വീഡിയോയിൽ, TV-യിൽ. ഇവൻ കിടന്ന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ നോക്കിയിട്ട് നല്ല ഫ്ലെക്സിബിൾ, അതിൻ്റെ മൂവ്മെൻറ്റ്സ് എല്ലാം വെരി ഫ്ലെക്സിബിൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അന്ന് അവിടെ ദീപാവലി വരുമ്പോൾ ആ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി, ഇന്ത്യൻ സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി കൾച്ചറൽ പ്രോഗ്രാം ഉണ്ട്. അവർ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ പേര് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ ഇവൻ്റെ അടുത്ത് പോലും ചോദിക്കാതെ ഞാൻ ഇവൻ്റെ പേരും കൊടുത്തു. സിനിമാറ്റിക് ഡാൻസ്, സോളോ സിനിമാറ്റിക് ഡാൻസ് എന്ന് പറഞ്ഞ് കൊടുത്തു. കൊടുത്തതിന് ശേഷം ഞാൻ അവനടുത്ത് പറഞ്ഞു, എടാ ഞാൻ നിന്റെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, സോളോ സിനിമാറ്റിക് ഡാൻസിൽ. അയ്യോ അബ്ബാ, ഐ കനോട്ട് ഡു ദാറ്റ്. അവന് സ്റ്റേജ് ഫ്രൈറ്റ് ആയി. എന്നെ കൊണ്ട് പറ്റത്തില്ല, നോ നോ നോ. അവൻ്റെ അടുത്ത് ബെഗ്ഗിയാണ്. ഞാൻ പറഞ്ഞു, യു ക്യാൻ ഡു ഇറ്റ്, ഡോണ്ട് വറി, യു ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞ് അവന് മോട്ടിവേറ്റ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞു, ഒരു സോങ് ചൂസ് ചെയ്യ്. അങ്ങനെ ഫിർ ബി ദിൽ ഹെ ഹിന്ദുസ്ഥാനി എന്നുള്ള പാട്ട് ഞാൻ പറഞ്ഞു, അത് ഷാറുഖ് ഖാൻ്റെ അതേ ഇത് ഇമിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് മിമിക്രി ആവും. നീ നിന്റെ ഓൺ മൂവ്മെന്റ് ആയിരിക്കണം, പാട്ട് തിരിക്കട്ടെ, നിന്റെ ഓൺ മൂവ്മെന്റ്. അവൻ അന്ന് ഹിന്ദി വലിയ പിടിയില്ല, എനിക്ക് കുഴപ്പമില്ലാതെ എനിക്കറിയാം. അപ്പോൾ ഞാൻ അവരതിൻ്റെ വാക്കുകളുടെ അർത്ഥമെല്ലാം പറഞ്ഞ് അവൻ തന്നെ സെൽഫായിട്ട് കൊറിയോഗ്രാഫി ചെയ്ത്. അവിടെയാണ് കൈനസ്റ്റിക് സെൻസ് വരുന്നത്, കൈനസ്റ്റിക് ഇന്റലിജൻസ്. സീനാജി, നിങ്ങൾ കേൾക്കുന്നില്ല, നിങ്ങൾ വേറെ എവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവിടെ സോ കൈനസ്തെറ്റിക് ഇന്റലിജൻസ് ഉള്ള കാരണം അവൻ തന്നെ കോറിയോഗ്രാഫ് ചെയ്തു. കുറച്ച് സജഷൻസ് മാത്രം ചെയ്തു. ദെൻ ഹി അപ്പിയർഡ് ഓൺ ദി സ്റ്റേജ്. അത് കഴിഞ്ഞ ശേഷം ഉഗ്രൻ അപ്പാസിലൂടെ അവൻ്റെ ആ സ്റ്റേജ് ഫ്രൈറ്റ് പോയി. അതോടുകൂടി അവന് പബ്ലിക്കിന്റെ മുമ്പിൽ പോകാനായിട്ടുള്ള പേടി കംപ്ലീറ്റ് മാറി. അതിനുശേഷം അവൻ സ്കൂളിലും ഇന്ത്യയിൽ വന്നതിന് ശേഷം കോളേജിലും എല്ലാം അവൻ സിനിമാറ്റിക് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഇത് ആസ് എ പാരന്റ് റിക്കഗ്നൈസ് ചെയ്യുന്നതാണ്. അത്രയേ ഉള്ളൂ, അത് തന്നെയാണ് ചെയ്യേണ്ടത്. വേറെ ഒന്നുമില്ല. ഇതിൽ പഠിത്തം വേറെ ടെസ്റ്റ് ഒന്നും വേണ്ട. ദാറ്റ്സ് ഓൾ വാട്ട് ഐ വാണ്ട് ടു സേ. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. അപ്പൊ ഓക്കെ ദെൻ, ഗുഡ് നൈറ്റ് ഓൾ. ഗുഡ് നൈറ്റ്.